എല്ലാവർക്കും നമസ്കാരം. അമൃതം രാമായണത്തിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇന്നലെ കർക്കിടവാവിൻ്റെ ബലിതർപ്പണത്തെക്കുറിച്ചും ഇന്ന് കർക്കിടവാവ് ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. നമ്മൾ ബാലകാണ്ഡം പൂർത്തീകരിക്കുന്ന സമയത്ത് അവിടെ ഭാർഗവ ഗർവ ശമനം എന്നൊരു വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഭാർഗവൻ ആരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പരശുരാമനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ പരശുരാമൻ കേരളം ധന്യമാക്കി എടുത്ത ഒരു മഹാത്മാവാണ് അല്ലേ. കടൽ മാറി കേരളമായി മാറിയ ഒരു പരശുരാമ ചരിത്രം നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും. അതേ പരശുരാമനെ രാമായണത്തിൽ നമുക്ക് കാണുന്ന സമയത്ത് അതിനു മുമ്പ് നമുക്ക് അറിയാൻ സാധിക്കും, ആ കൗശികപുത്രനായ പരശുരാമൻ രേണുകാദേവിയെ നമ്മൾ ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ നിഗ്രഹം ചെയ്ത ഒരു മഹാവ്യക്തിത്വമാണ്. കാരണം തെറ്റുകളിലേക്ക് പോകുന്ന രാജാക്കന്മാരെ ശിക്ഷിക്കാനുള്ള അർഹത പൂണ്ട ഒരു മഹാതപസ്യാണ് പരശുരാമൻ. ആ പരശുരാമന്റെ ജീവചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് ആ പരശുരാമൻ ശ്രീരാമനെ അഹങ്കാരത്തോടു കൂടിയാണ് വന്ന് കാണുന്നത്. കാരണം ആരാണ് ശൈവചാപം ഒടിച്ചത്? ആ ശിവന്റെ ചാപം ഒടിക്കാൻ കഴിവുള്ള ആള് ആരാണ്? അവൻ മനുഷ്യനാണോ അല്ല മറ്റ് മായാസ്വരൂപനാണോ എന്നൊക്കെ നമുക്ക് ചിത്രീകരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള മനോഭാവത്തോടു കൂടി വരുന്നത്. പിന്നെയും അദ്ദേഹത്തിന്റെ അടുത്തൊരു ചോദ്യം നമുക്ക് കാണാൻ സാധിക്കും. എന്താണെന്നറിയോ? അദ്ദേഹം ചോദിക്കുന്നു, ഞാൻ ഇവിടെ രാമനായിട്ടുള്ളപ്പോൾ പിന്നൊരു രാമനോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രാമനായിട്ട് ഞാൻ ഉണ്ട്, പരശുരാമനായിട്ട് ഞാനുണ്ട്, പിന്നെയും വേറൊരു രാമൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമുക്കിവിടെ ശ്രദ്ധേയമാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹം അഹങ്കാരത്തോടു കൂടി ഉണ്ടായി എന്ന്, ആ ഗർവ് ശമിപ്പിക്കാൻ ശ്രീരാമചന്ദ്രന് സാധിച്ചു എന്നുള്ളതാണ്. അവിടെ വിവാഹം കഴിഞ്ഞ് അയോധ്യയിലേക്ക് ജനകനും തുടങ്ങി എല്ലാവരും, ശ്രീരാമചന്ദ്രൻ തുടങ്ങി എല്ലാവരും വരുന്ന സമയത്ത് ദൂരെ നിന്നും പരശുരാമനെ കാണുന്നു. ആ പരശുരാമനെ കാണുന്ന സമയത്ത് തന്നെ തൻ്റെ രഥത്തിലിരുന്നു കൊണ്ട് ആദ്യം കാണുന്നത് ദശരഥനായി പറയുന്നത്. ആ സമയത്ത് തന്നെ പേടിച്ചു വറച്ചു പോയി. കാരണം പരശുരാമൻ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ക്ഷത്രിയ നിഗ്രഹണം ചെയ്യുമെന്നുള്ളത് അറിയാം. അപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം കൂടിയുണ്ട്, ദർഭപ്പുല്ല് വിരിച്ച് തപസ് ചെയ്യുന്ന ക്ഷത്രിയന്മാരെ അദ്ദേഹം വധിക്കില്ല. അതേപോലെ ദീക്ഷ സ്വീകരിച്ച് ജപം ചെയ്യുന്ന ആൾക്കാരെ വധിക്കില്ല. വിവാഹം കഴിഞ്ഞ് വരുന്ന ആൾക്കാരെ, പുതുമോടികൾ അല്ലേ, നമ്മൾ പറയാറില്ലേ, പുതുകല്യാണം കഴിഞ്ഞ് പുതുമോടികളായിട്ട് വരുന്ന ആൾക്കാരെ വധിക്കാറില്ല. അങ്ങനെയുള്ള പരശുരാമന്റെ ജീവചരിത്രം നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് തൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മയെ വരെ നിഗ്രഹിക്കാൻ തയ്യാറായി എന്നും, അതിനുശേഷം ആ വരം തിരിച്ച് അച്ഛനിൽ നിന്ന് തന്നെ ചോദിച്ച് മനസ്സിലാക്കി അമ്മയെ തിരിച്ചെടുക്കുന്ന ആ പരശുരാമന്റെ ചരിത്രം. ബാക്കിയുള്ള മക്കളെല്ലാം അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ്റെ വാക്ക് പരിപാലിച്ച് അച്ഛനിൽ നിന്ന് തന്നെ അമ്മയെ സംരക്ഷിക്കാൻ സാധിച്ച ഒരു മഹാവ്യക്തിത്വത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒന്ന് ചിന്തിച്ചാൽ മതി. പരശുരാമൻ, ഭാർഗവരാമൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ പരശുരാമൻ, ആ പരശുരാമൻ തപസ് ചെയ്തതെല്ലാം ഹിമാലയ സാനുക്കളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള പരശുരാമൻ വന്ന് ശ്രീരാമനോട് ചോദിക്കുന്നു, നീയാണോ ആ ശൈവചാപം കുലച്ചതും ഒടിച്ചതുമെല്ലാം എന്ന്. അത് കാലക്രമേണ വെറുതെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ധനുസിൻ്റെ ചിലപ്പോൾ ശക്തി ഇല്ലാതായി കാണും. നീ വൈഷ്ണവ ചാപം ഒന്ന് കുലച്ച് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വൈഷ്ണവ ചാപം കയ്യിൽ കൊടുത്ത് അടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം കാണുന്നത് ആ ശൈവചാപം ഞാണുകെട്ടി കുലച്ചു നിൽക്കുന്ന ശ്രീരാമചന്ദ്രൻ അവസാനം ചോദിക്കുന്നു, ഈ ബാണത്തെ ഞാൻ എങ്ങോട്ടാണ് അയക്കേണ്ടത്? ഏത് ലക്ഷ്യത്തെ പൂർത്തീകരിക്കാനാണ്
ഈ അസ്ത്രത്തെ ഞാൻ അയക്കേണ്ടത് എന്ന് ചോദിക്കുന്ന പരശുരാമനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചറിയുന്ന ഒരു സന്ദർഭമുണ്ട്. ആ തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ ആ ശ്രീരാമനെ സ്തുതിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും. ശ്രീരാമ രാമ മഹാബാഹോ ജാനകീപതേ ശ്രീ രമണാത്മക രാമ ലോകാഭിരാമ ശ്രീരാമ സീതാഭിരാമാന ആത്മജ വിഷ്ണു ശ്രീരാമ രാമ രമണ രഘുപതേ ശ്രീരാമ രാമ പുരുഷോത്തമ ദയാനിധേ ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ സംഹാരമൂർത്തി പ്രളയ ഹേതമൂർത്തി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ശ്രീരാമ ദശരഥ നന്ദന ഋഷികേശ ശ്രീരാമ രാമ രാമ കൗസല്യാത്മജ ഹരേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ പുരാവർത്തം അവിടെ കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ വൈഷ്ണവ ചാപം കുലച്ചു നിൽക്കുന്ന ശ്രീരാമന്റെ മുന്നിൽ അദ്ദേഹം മനസ്സിലാക്കുന്നു ഇത് അവതാരമൂർത്തി തന്നെ ആണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചിന്തിച്ചു നോക്കുക. എഴുത്തച്ഛന്റെ രാമായണം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാൽമീകി രാമായണത്തിൽ കൃത്യമായി പറഞ്ഞു, ഒരു മനുഷ്യനായിട്ട് ആരെ അവതരിപ്പിച്ചിട്ടുണ്ട്? ശ്രീരാമനെ അവതരിപ്പിച്ചിട്ടുണ്ട്. എഴുത്തച്ഛൻ ജന്മം കൊണ്ട് തന്നെ ചതുർബാഹുവായ വിഷ്ണുവാണ് എന്ന് കൗസല്യ മാതാവിന് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതേ കാര്യം തന്നെ നമുക്ക് ഭാഗവതത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ജനിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ അഖണ്ഡ മണ്ഡലാകാരം നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ശ്രീകൃഷ്ണനെയും നമുക്ക് കാണാം. യശോദാ മാതാവിന് തൻ്റെ വായു തുറന്നപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ആര്? കൃഷ്ണനെയും നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മഹാ വ്യക്തിത്വങ്ങൾ, മഹാ അവതാരങ്ങൾ ഭൂമിയിലേക്ക് വന്നിട്ടാണ് ധർമ്മ സംരക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അങ്ങനെയും നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ ഭാർഗവരാമന്റെ എന്തായി? ആ ഭാർഗവരാമനെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അത്തരത്തിൽ ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്ന മഹാഋഷീശ്വരന്മാരെ നമുക്ക് കാണുന്നതെല്ലാം, മഹാതപസ്സികളെ നമുക്ക് കാണുന്നതെല്ലാം എവിടെയാണ്? രാമായണത്തിലൂടെയാണ്. അപ്പൊ ആ രാമായണത്തെ ഗഹനമായി പഠിക്കുന്ന സമയത്ത്, അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? രാമന്റെ തപസ്സിനെ കുറിച്ച് മാത്രമല്ല, ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും തപസ് എത്രയും അധികം ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കാൻ കൂടി സാധിക്കും. അവിടെ നിന്നാണ് ബാലകാണ്ഡം പൂർത്തീകരിക്കുന്നത്. ആ ബാലകാണ്ഡം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് വീണ്ടും പറയുന്നുണ്ട്, നമസ്തേ ജഗൽപദേ, നമസ്തേ രമാപദേ, നമസ്തേ ദാശരഥേ, നമസ്തേ സദാംപദേ, നമസ്തേ വേദപദേ, നമസ്തേ ദേവപദേ, നമസ്തേ മഖപദേ, നമസ്തേ ധരാപദേ, നമസ്തേ ധർമ്മപദേ, നമസ്തേ സീതാപദേ, നമസ്തേ കാരുണ്യാബ്ദേ, നമസ്തേ ചാരുമൂർത്തേ, നമസ്തേ രാമരാമ, നമസ്തേ രാമചന്ദ്ര, നമസ്തേ രാമരാമ, നമസ്തേ രാമഭദ്ര, സന്തതം നമോസ്തുതേ, ഭഗവൻ നമോസ്തുതേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വണങ്ങിക്കൊണ്ട് പോകുന്ന പരശുരാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഗർവശമനം എന്നുള്ള വാക്ക് എഴുത്തച്ഛൻ അവിടെ വച്ചപ്പോൾ നമ്മളുടെ ഉള്ളിലും ഗർവം ഉണ്ട് അല്ലേ? ഇത്രയും നേരം നമ്മൾ പഠിച്ചത് കാമത്തെ ഗർവായിട്ട് വന്നപ്പോൾ, ക്രോധത്തെ ഗർവായിട്ട് വന്നപ്പോൾ അത് നമ്മളെ ഇല്ലാതാക്കുന്നു. പക്ഷേ തൻ്റെ അറിവിനെ തപസ്സിനെ എല്ലാം ഗർവായിട്ട് കൊണ്ടുവന്നപ്പോൾ ആ ഗർവ് ശമിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഗർവിനെ അനുഗ്രഹിക്കാൻ സാധിച്ച ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പരശുരാമൻ വന്നു നിന്ന സമയത്ത് അല്ലയോ മഹാദേവത, പരശുരാമ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാം. അങ്ങയുടെ വീരകാര്യങ്ങളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ശ്രീരാമചന്ദ്രനെ നമുക്ക് കാണാം. നേരെ മറിച്ച് ഇന്നത്തെ ആൾക്കാരുടെ മുന്നിലേക്ക് എങ്ങാനും ജ്ഞാനത്തിൻ്റെ ഗർവുള്ള ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ അവിടെ നിന്നും നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മുഖം തിരിച്ച്, അല്ലെങ്കിൽ കേൾക്കണമോ വേണ്ടയോ എന്നുള്ള മനോഭാവം പോലുമില്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോളട്ടെ എന്ന് പറയുന്ന ഭാവം നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്.
അല്ലേ? അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആരെന്ത് പറയുകയാണെന്ന് വെച്ചാലും അത് നല്ലതാണ്, എനിക്ക് ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ അത് കേൾക്കാനുള്ള മനസ്സും ചെവിയും നമുക്ക് തുറന്നു വെക്കാൻ സാധിക്കണം. എന്നാൽ മാത്രമേ ഇവിടെ ആ പരശുരാമൻ ശ്രീരാമനെ വർണ്ണിച്ചതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മഹാകാര്യം. അപ്പൊ തപസ്വിയായ ആളുകൾ ഒരുമിച്ച് സംഗമിക്കുന്ന സമയത്ത് ആ സംഗമിക്കുന്നതിലൂടെ അവിടെ നടക്കുന്ന സമൂഹത്തിൻ്റെ ധർമ്മബോധത്തെ നമുക്ക് കാഴ്ച തരുന്നു എന്നുള്ളതാണ് ബാലകാണ്ഡത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാമലക്ഷ്മണന്മാർ, കൗസല്യാദേവി തുടങ്ങി എല്ലാവരും ആമോദത്തോടെ സന്തോഷത്തോടെ എവിടെ പോകുന്നു? അയോധ്യയിലേക്ക് എത്തിച്ചേർന്ന് അവിടെ സുഖമായി ജീവിക്കുന്നു. അവിടെ നിന്നും അയോധ്യാകാണ്ഡത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ അയോധ്യാകാണ്ഡം നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ ആദ്യം തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഒരു തത്തയെ പ്രദാനം ചെയ്ത് എഴുത്തച്ഛൻ രാമായണം എഴുതി. താർമകൾ കമ്പുള്ള തത്തേ വരികടോ താമസശീലമകറ്റേണമാശു നീ രാമദേവൻ ചരിതാമൃതമെന്നിയോ ആമോദമുൾക്കൊണ്ടു ചൊൽകൗ സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാം അകലും പല ജാതിയും സങ്കടമേതും വരുകയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൻ. പങ്കജനേത്രന്റെ കഥകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുക. അതുകൊണ്ട് തത്തേ, നീ വന്ന് ഇരുന്ന് നിന്റെ താമസശീലമകറ്റണം, അല്ലെ? രജോ ഗുണം, തമോ ഗുണം, സത്വഗുണം എന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കണം. അപ്പൊ തമോ ഗുണത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്തുണ്ടാവും? ഇടയ്ക്കിടയ്ക്ക് മടിയുണ്ടാവും. കുറേ കാര്യങ്ങൾ പറയും, പിന്നെ മടിയായിട്ട് പിന്നിരിക്കും, അല്ലേ? അപ്പൊ അത് മാറ്റിയെടുക്കാൻ താമസശീലമകറ്റണം നീ എന്ന് തത്തയോട് വരെ എഴുത്തച്ഛൻ പറഞ്ഞ് രാമന്റെ കഥയെ ചൊല്ലൂ. പങ്കജ നേത്രൻ അദ്ദേഹത്തിന്റെ കഥകൾ പറയൂ. നമ്മൾ പറയാറുണ്ട് അംബുജാക്ഷി എന്നൊക്കെ നേത്രങ്ങളെ പ്രദാനം ചെയ്ത് പറയാറുണ്ട്. ഇവിടെ പങ്കജ നേത്രനായ രാമന്റെ കഥകളെ നീ പറയൂ. എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാമകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ. സങ്കടമേതും വരില്ല. രാമമന്ത്രത്തോടുകൂടി, രാമ ഉപാസനയോടുകൂടി നമ്മൾ ഇരിക്കുന്നവർക്കെല്ലാം ഒരു സങ്കടവും വരില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെയുള്ള ഭാർഗവനെ നമുക്ക് ഗർവശമിപ്പിച്ച ശ്രീരാമചന്ദ്രനിലൂടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആരണ്യകാണ്ഡത്തിൽ രണ്ടാമത് പറയുന്നത് നാരദ രാഘവ സംവാദം. ചിന്തിക്കണേ, ഇവിടെ നമുക്ക് അയോധ്യാകാണ്ഡത്തിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ രാമൻ വീണ്ടും വനവാസത്തിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിനു മുമ്പായിട്ട് ഇവിടെ നാരദ രാഘവ സംവാദം, അല്ലേ? നേരത്തെ നമ്മൾ പഠിച്ചു വാൽമീകിയും നാരദമുനിയും തമ്മിലുള്ള സംവാദത്തെ നമുക്ക് പഠിച്ചു. നാരദൻ ചോദിക്കുന്ന വാൽമീകി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം തരുന്ന നാരദ മഹർഷിയെ നമുക്ക് കാണുന്നു. അതേ നാരദൻ ഇവിടെ അയോധ്യാകാണ്ഡത്തിൽ വന്ന് ശ്രീരാമനോട് പറയുന്നു, എങ്കിലൊരു ദിനം ദാശരഥി രാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗളദേവത കാമുകൻ രാഘവ എന്നു തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവിടെ നാരദനെ സ്വീകരിച്ചിരുത്തുന്ന ശ്രീരാമചന്ദ്രനെയും കാണാം. അവിടെ നാരദൻ പറയുന്നുണ്ട്, അല്ലയോ ശ്രീരാമചന്ദ്ര, നിന്റെ ജന്മം തന്നെ രാവണവധമാണ്. ദേവലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടാണ് എന്ത് വന്നത്? രാവണനെ വധിക്കാൻ ഞാനിതാ മനുഷ്യരൂപം കൊണ്ട് ഇക്ഷ്വാകു വംശത്തിൽ ദശരഥപുത്രനായിട്ട് ജനിക്കുന്നുണ്ട് എന്ന് മഹാവിഷ്ണു പറയുന്നതിലൂടെയാണ് ദേവലോകത്തെ എല്ലാവർക്കും സന്തോഷമായി ഭവിക്കുന്നത്. അപ്പൊ ആ സന്തോഷം ഭവിക്കാനുള്ള കാരണം രാവണൻ അതീവ ധിക്കാരിയായിരുന്നു. പക്ഷെ അതീവ തപസ്വിയാണ്, സംഗീതജ്ഞനാണ്, സംഗീതത്തിൽ വളരെയധികം പാണ്ഡിത്യമുള്ള ആളാണ്. അവ സരസ്വതി പോലും വീണമീട്ടുന്ന അതേ മാതൃകയിൽ, അതേ ഇതിൽ വീണമീട്ടാൻ സാധിക്കുന്ന രാവണനെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലേ? അപ്പൊ അത്തരത്തിൽ ഗർവ് വന്നപ്പോൾ
തൻ്റെ ജീവിതത്തിൽ എല്ലാം സമ്പാദിച്ചു എന്നുള്ള ഗർവ് വന്നപ്പോൾ ആ രാവണനെ വധിക്കണമെങ്കിൽ രാവണൻ തപസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് തപസ് ചെയ്തത്? അത് നമുക്ക് കാണാനിരിക്കുന്നു അല്ലേ? രാവണനും കുംഭകർണനും എല്ലാം തപസ് ചെയ്തിട്ടാണ് അവർ എന്ത് മേടിച്ചത്? വരം മേടിച്ചത്. എങ്ങനെയുള്ള വരം? തനിക്ക് മരണമില്ലാത്ത ജീവിതത്തിലേക്ക് പോകണം അല്ലേ? ആ മരണമില്ലാത്ത ജീവിതത്തിലേക്ക് നമുക്ക് പോകണമെന്ന് അവർ ആഗ്രഹിച്ചപ്പോൾ അതിനുവേണ്ടി തപസ് ചെയ്യുന്ന കുംഭകർണനെ നോക്കാൻ സാധിക്കും. രാവണനെ കാണുന്ന സമയത്ത് ഇവിടെ രാവണൻ തപസ് ചെയ്തപ്പോൾ പറഞ്ഞു, ബ്രഹ്മാവ് വന്നിട്ട് അത് സാധിക്കില്ല, മരണമില്ല, മനുഷ്യനായി ജനിച്ചാൽ എന്തായാലും മരണം ഉറപ്പാണ് അല്ലേ? വേണമെങ്കിൽ അതിനെ ദീർഘകാലം വർദ്ധിപ്പിച്ചു കൊണ്ടുപോകാം അല്ലേ? ഇപ്പോഴൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, ഡോക്ടേഴ്സ് എല്ലാം പറയും മരുന്ന് കൊണ്ട് മാറുമെന്ന് ഉറപ്പൊന്നുമില്ല, മരുന്ന് കഴിച്ചാൽ അത് കൂടുമെന്ന് ഉറപ്പില്ല അല്ലേ? എന്താണ്? ആ രോഗം വർദ്ധിക്കാൻ സാധ്യതയില്ലാത്തതിനെ മരുന്ന് കൊണ്ട് അടക്കി വെക്കാനാണ് നമുക്ക് സാധിക്കും. അപ്പോൾ കുറച്ചു കാലം ഇപ്പോൾ വെന്റിലേറ്റർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ചിന്തിക്കണം, എത്ര ദിവസം വേണമെച്ചാലും നമ്മുടെ ആയുസ്സിനെ ആ വെന്റിലേറ്ററിൽ വെച്ചുകൊണ്ട് ശ്വാസോച്ഛ്വാസ ക്രമീകരണങ്ങൾ ഈ ശരീരത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് ICUയിലുള്ള സിസ്റ്റമുണ്ട് അല്ലേ? അപ്പോൾ വേണമെങ്കിൽ നിന്നെ നീട്ടിക്കൊണ്ടുപോകാൻ, മരണമില്ലാതെ ആക്കാൻ പറ്റില്ല. മരണം എത്തുന്നത് വരെ എന്ത് ചെയ്യാം? ജീവിതം വർദ്ധിപ്പിക്കാം. അതിനെ സാധിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറയുന്ന ഒറ്റ കാരണം നമുക്ക് കാണാൻ സാധിക്കും ഭാഗവതത്തിലൂടെയൊക്കെ. നരസിംഹ അവതാരത്തെ എടുക്കുന്ന സമയത്ത് പ്രഹ്ലാദൻ ജനിച്ച ആ പ്രഹ്ലാദൻ നാരായണ നാമത്തോടുകൂടി ജീവിക്കുകയും ഒരു ഭയവുമില്ലാതെ തൻ്റെ അച്ഛൻ പോലും വധിക്കാൻ വാള് ഊരി നീട്ടിയപ്പോൾ അതുപോലും ഭയമില്ലാതെ നാരായണ നാരായണ എന്നുള്ള ജപം ചെയ്തുകൊണ്ട് നിൽക്കുന്ന പ്രഹ്ലാദൻ, കുട്ടിയായ പ്രഹ്ലാദനെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ ഒരു കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ ഒരു അമ്മയുടെയും ഗർഭത്തിൽ ജനിക്കാതെ തന്നെ പ്രത്യക്ഷത്തിൽ അവതാരമായി ഒരു തൂണ് പിളർന്നു വരുന്ന പ്രഹ്ലാദനെ നമുക്ക് നരസിംഹമൂർത്തിയെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ ഭക്തിയുടെ ഏറ്റവും മഹത്തായ തലം നമുക്ക് കാണാൻ സാധിക്കുന്നത് തൻ്റെ നാമജപങ്ങൾ കൊണ്ട് സംപ്രീതമാക്കിയ ആ നരസിംഹമൂർത്തിയെ അല്ലേ? അവിടെ നമുക്കൊരു കഥാരൂപത്തിൽ ആചാര്യന്മാർ പറഞ്ഞു തരാറുണ്ട്. മഹാവിഷ്ണു ഇത്രയുമായി അച്ഛൻ വാളൂരി പിടിച്ച് ഇതാ നിന്നെ വധിക്കുമെന്ന് പറഞ്ഞ് വാളൂരി നിൽക്കുമ്പോഴും മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെടുന്നില്ല. അവിടെയാണ് ചിന്തിക്കുന്നത്. എല്ലാവരും വന്ന് ചോദിക്കുന്നത്, എന്താണ് അങ്ങ് ഇനിയും പ്രത്യക്ഷപ്പെടാത്തത്? ഇനിയും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിൽ പ്രഹ്ലാദന്റെ ജീവിതം എന്തായി പോകും? ഇല്ലാതായി പോകും. പക്ഷെ തൻ്റെ മകനായതുകൊണ്ട് പെട്ടെന്ന് വധിക്കാനും സാധിക്കുന്നില്ല. പറഞ്ഞിട്ടും പേടിപ്പിച്ചിട്ടും പാറമുകളിൽ കയറി അവിടുന്ന് തള്ളിയിട്ടിട്ടും ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന പ്രഹ്ലാദന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രഹ്ലാദന്റെ മുന്നിൽ ഒരു ഗർഭത്തിലും ജനിക്കാതെ തന്നെ എത്തിച്ചേരുന്ന നരസിംഹമൂർത്തിയെ നമുക്ക് കാണാൻ, ഹിരണ്യകശിപുവിനെ വധിക്കാൻ വേണ്ടിയിട്ട്. അവരും തപസ് ചെയ്തിട്ടാണ് പകലാവരുത്, രാവിലെ ആവരുത് എന്നൊക്കെ പറഞ്ഞ് വീട്ടിനകത്താവരുത്, പുറത്താവരുത് എന്നെല്ലാം പറയുന്നു. ആയുധം കൊണ്ടാവരുത്, മൂർച്ചയുള്ള ആയുധങ്ങൾ കൊണ്ടാവരുത് എന്നെല്ലാം വാക്ക് കൊടുത്തു. അവസാനം കയ്യിൻ്റെ നഖം കൊണ്ട് വയറ് പിളർന്ന് ഹിരണ്യകശിപുവിനെ വധിക്കുന്ന നരസിംഹമൂർത്തിയെ നമുക്ക് കാണിച്ചു തന്ന അവതാരങ്ങളുടെ മൂർത്തിയാണ് ആര്? മഹാവിഷ്ണു. അപ്പൊ ഇവിടെയും ദേവലോകത്തെ എല്ലാവരും പറഞ്ഞു, രാവണന്റെ ശല്യം കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. രാക്ഷസന്മാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് സന്യാസിമാർ അല്ലെങ്കിൽ തപസ്സികൾ അവിടെ നശിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ രാക്ഷസന്മാരെ വധിക്കാനടക്കം തയ്യാറെടുക്കുന്ന രാമനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ്
മഹാവിഷ്ണു പറയുന്നത്, ഞാൻ ഇന്ന ഗർഭത്തിൽ വന്ന് ജനിക്കുന്നു, കൗസല്യ മാതാവിൻ്റെ ഗർഭത്തിൽ ഞാനിതാ വന്ന് ജനിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ജനിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പ്രഹ്ലാദന്റെ മുന്നിൽ ഏതു രൂപത്തിൽ പോകണമെന്ന് അറിയാതെ, ഏതു രൂപത്തിലാണ് അദ്ദേഹം എന്നെ കണ്ടിരിക്കുന്നത്, ഏതു രൂപത്തിലാണ് എന്നെ ഭജനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാതെ കുറച്ചു നേരം വിഷമിച്ചതായിട്ട് പറയുന്നത്. അത് ഏത് രൂപത്തിലേക്ക് എടുത്തു പോകണം, എങ്ങനെ കണ്ടാൽ ആ കുഞ്ഞ് ഭയപ്പെടാതിരിക്കും. പക്ഷേ ആ നാമമന്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് നരസിംഹ അവതാരത്തെ കണ്ടപ്പോൾ അവിടെയുള്ള എല്ലാവരും പേടിച്ചു വറച്ചു. ഹിരണ്യകശിപു വരെ പേടിച്ചു വറച്ചു പോയി. ആ പകുതി സിംഹത്തിൻ്റെ ഭാവവും പകുതി മനുഷ്യന്റെ രൂപവും എടുത്തുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന നരസിംഹമാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ അവതാരങ്ങളെയും ശ്രേഷ്ഠമാക്കി കൊണ്ടുവന്നപ്പോൾ ഇവിടെ നമുക്ക് നാരദ രാഘവ സംവാദത്തിൽ പറയുന്നു, അങ്ങയുടെ ജന്മം കൊണ്ട് എന്താണ് നേടേണ്ടത്? അങ്ങയുടെ ജന്മം കൊണ്ട് നേടേണ്ടത് രാവണവധത്തെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവിടെ ആ മുനിവരൻ രാമനെ ഉപദേശിച്ച് അവിടെ നിന്ന് രാമനിൽ നിന്നും സമ്മതം വാങ്ങിയിട്ട് തിരിച്ചു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അവിടെ രാമൻ പറയുന്ന ഒരു വാക്കുണ്ട്, നാളെ തന്നെ ഞാൻ വനവാസത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നാളെ തന്നെ ഞാൻ വനവാസത്തിലേക്ക് പോയിക്കൊള്ളാമെന്ന് നാരദനോട് പറഞ്ഞ് ആ നാരദനെ സീതാരാമ ലക്ഷ്മണ എല്ലാവരും കൂടി ചേർന്ന് പ്രദക്ഷിണം ചെയ്തു നമസ്കരിച്ചു വിടുന്ന നാരദൻ. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു, വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു, ദേവമുനീന്ദ്രന് അനുജ്ഞയും കൈക്കൊണ്ടു. ആ അനുജ്ഞ കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാൻ നാരദൻ. നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കാത്തതാൻ കേൾക്കാ ഓർക്കുന്ന. ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും, അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. അപ്പൊ രാമനാമം ചൊല്ലുന്നവർക്കെല്ലാം മോക്ഷം ലഭിക്കും, മുക്തി ലഭിക്കും എന്ന് നമുക്ക് ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്നാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിലേക്ക്, യുവരാജ പട്ടാഭിഷേകത്തിലേക്ക് പോകുന്നതും അതെല്ലാം നമുക്ക് സന്ദർഭവശാൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സന്ദർഭവശാൽ നമ്മൾ കാണുന്ന സമയത്ത് ആ ശ്രീരാമൻ്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് ഇവിടെ ശ്രീരാമൻ്റെ യുവരാജ പട്ടാഭിഷേകം നടത്താൻ തയ്യാറാവുന്നു. അതേ സമയത്ത് തന്നെയാണ് ശ്രീരാമൻ വനവാസത്തിലേക്ക് പോകാമെന്ന് വാക്ക് പറയുന്നതും. അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, അവിടെ രാജകൊട്ടാരങ്ങൾ, അലങ്കാര വീഥികൾ എല്ലാം ഗംഭീരമായിട്ട് കൊടിതോരണങ്ങൾ വെച്ചുകൊണ്ട് അലങ്കരിക്കുമ്പോൾ അവിടെ ഒരാള് അറിയാതെ നമുക്ക് രാമായണത്തിലേക്ക് പ്രവേശിക്കുന്നു. പക്ഷെ അറിഞ്ഞുകൊണ്ട് നമുക്ക് ആ രാമായണത്തിൻ്റെ ഒരു വ്യതിചലനം എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നത് എവിടെയാണ്? ആ മന്ദര, കൈകേയിയുടെ കിങ്കരിയായ കേകയ രാജ്യത്ത് നിന്നും കൈകേയിയുടെ തോഴിയായി വന്ന ആ മന്ദര, തന്നെ ഉപദേശിക്കാൻ പ്രായമുള്ള ആ മന്ദരയെ കാണിച്ചു തരും അല്ലേ? തോഴിമാരെ എന്ന് പറയുമ്പോൾ ഒന്നുമില്ലെങ്കിൽ സമപ്രായക്കാരായിരിക്കണം, അല്ലെങ്കിൽ തൻ്റെ താഴെ പ്രായക്കാരായിട്ടാണ് നമ്മൾ തോഴിമാരെയൊക്കെ കാണുക അല്ലേ? അപ്പോൾ തന്നേക്കാൾ മുതിർന്ന ഒരാളെ കേകയ രാജ്യത്ത് നിന്നും വിട്ടിട്ടുണ്ട്. അതാണ് മന്ദര. ആ മന്ദര അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. വാൽമീകി രാമായണത്തിൽ പറയുന്നു, 100 പടികൾ കയറി ആ കൊട്ടാരത്തിൻ്റെ മുകളിൽ ചെന്ന് നിന്ന് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് നോക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഭടന്മാരോട് ചോദിക്കുന്നു, എന്താണ് ഇവിടെ ഇത്രയും അധികം ഗംഭീരമായ കൊടിതോരണങ്ങളെല്ലാം വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അറിഞ്ഞില്ലയോ നാളെ യുവരാജ പട്ടാഭിഷേകം ശ്രീരാമചന്ദ്രന് എന്ന് പറയുന്നു അല്ലേ? ആ സമയത്ത് കൈകേയിയുടെ പുത്രന്മാർ ആ സ്ഥലത്തില്ല എന്ന് പറയുന്നു. കൈകേയിയുടെ പുത്രൻ ഭരതനും ശത്രുഘ്നനും കേകയ രാജ്യത്ത് പോയിരിക്കുകയാണ് അല്ലേ? അവരെ അറിയിച്ചിട്ടില്ല. അവിടെയും നമുക്ക് നോക്കിയാൽ അറിയാം, കേകയ രാജ്യത്തെയും അതുപോലെ തൻ്റെ ധർമ്മപത്നിമാരെയും അല്ലെങ്കിൽ തൻ്റെ പത്നിമാരെയും അറിയിച്ചു കൊള്ളുക എന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമായിരുന്നു? നമ്മുടെ
ദശരഥന്റെ ഉത്തരവാദിത്തമാണ്. ബാക്കി എല്ലാ സാമന്ത രാജാക്കന്മാരെയും അറിയിച്ചുകൊള്ളാൻ രാജസഭയിലിരുന്ന് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അപ്പോൾ എന്തോ ഒരു കാരണവശാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം താൻ കന്യക ദാനം ചെയ്ത സമയത്ത് കന്യകാ ശുൽക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് കൈകേയിക്ക് ജനിക്കാൻ പോകുന്ന പുത്രന് രാജഭരണം കൊടുത്തുകൊള്ളാം. പക്ഷെ കാലക്രമേണ അത് മാറ്റിവെക്കാനുള്ള മനോബലം ആർക്കുണ്ടായി? ദശരഥനുണ്ടായി. ആ മനോബലം കാരണം എന്തുണ്ടായി? അവിടെ വലിയൊരു വീഴ്ചയുണ്ടായി. മന്ദര തിരിച്ച് 100 പടികൾ ഇറങ്ങി വന്ന് ഓടിച്ചെല്ലുന്നത് കൈകേയിയുടെ മുന്നിലേക്കാണ്. ആ കൈകേയിയുടെ മുന്നിൽ ചെന്ന് പറയാണ്, നീ അറിഞ്ഞോ, ശ്രീരാമന് നാളെ പട്ടാഭിഷേകമാണ്, രാമന് നാളെ പട്ടാഭിഷേകമാണ് എന്ന് പറയുമ്പോൾ ആ രാമ പട്ടാഭിഷേകത്തിന്റെ സന്തോഷവാക്കുകൾ കേട്ട ആ ദാസിയായ അല്ലെങ്കിൽ കിങ്കരിയായ ആ കേകയരായത്ത് വന്ന് കൈകേയിയുടെ കൂടെ വസിക്കുന്ന ആ ദാസിക്ക് തൻ്റെ കഴുത്തിലെ സ്വർണമാല ഊരിക്കൊടുത്ത ആ കൈകേയി മാതാവിൻ്റെ രാമനോടുള്ള ഭക്തിയെ നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷെ ആ സമയത്ത് ദുർഭഗേ മൂടേ മഹാഗർവിതേ, കിടന്നെപ്പോഴും ഉറങ്ങിയിടുന്നെന്നറിയാതെ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ചീ മൂടെ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ഒരു ദാസിയാണെങ്കിലും അവിടെ എന്താണ്, തൻ്റെ യജമാനനെ ഇത്തരത്തിൽ അധികാരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്വാതന്ത്ര്യം മന്ദരയ്ക്കുണ്ടായിരുന്നു. ഇവിടെയാണ് ചില ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്നിട്ട് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ മനസ്സിനെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി. അതിന് ചിലപ്പോൾ നമ്മളെ ദേഷ്യം കൊണ്ടാവാം, സ്നേഹം കൊണ്ടാവാം, അല്ലെങ്കിൽ പല തരത്തിൽ നമ്മളെ അതിലേക്ക് അറ്റാച്ച്മെന്റ് ചെയ്തുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? ആ ഡൈവേർഷൻ ചെയ്യുന്നു. ഇവിടെ ഈ മന്ദര ചെയ്ത ഡൈവേർഷൻ എന്ന് വെച്ചാൽ ദേഷ്യഭാവത്തോടുകൂടി ദുർഭഗേ മൂടെ മഹാഗർവിതേ, ഉറക്കമാണ് നീ എപ്പോഴും. നീ ഉറങ്ങിയത് നിന്റെ എന്തിൻ്റെ ഉറക്കം നിന്റെ ചാബല്യമാണെങ്കിൽ നീ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ദുർജന സംഘം കൊണ്ട് കൈകേയി പോലും സദ്ഗുണങ്ങളെ അവിടെ തിരിച്ചറിയാതെ പോകുന്നു അല്ലേ. നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, മന്ദര എന്ന് പറയുന്ന ക്യാരക്ടർ കൊണ്ട് ദുർഗുണ സംസർഗമുണ്ടായി ആർക്ക്? കൈകേയിക്ക്. പക്ഷെ മന്ദരയുടെ ഭാഗം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നെഗറ്റീവ് ക്യാരക്ടറാണ് എന്ന് നമുക്ക് ചിന്തിക്കണമെങ്കിലും അവിടെ ആ മന്ദര കൈകേയിയോട് പറയുന്ന ഭാഗത്തെ നമുക്ക് ചിന്തിക്കണം. ഇത് രാമായണത്തിലെ ഒരു വ്യതിചലനമായിട്ട് എടുക്കാം. രാമൻ്റെ രാജഭരണത്തിൽ നിന്നും ഒരു വ്യതിയാനമായിട്ട് എടുക്കാം. അങ്ങനെയുള്ള രാമായണം നമ്മളൊന്ന് കേൾക്കുകയും മനസ്സിലാക്കുകയും വേണമെന്ന് പറയുന്നു. നമസ്കാരം.